നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ ജനവിധി തേടാൻ 60 പേർ. ഏറ്റവും അധികം പേർ മത്സരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ. കാഞ്ഞിരപ്പള്ളിയിൽ 4 പേർ മാത്രം. പ്രചരണ രംഗം സജീവമായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരം NDAയും LDFും തമ്മിലെന്ന് NDAയുടെ വിലയിരുത്തൽ. അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ ഭവന സന്ദർശനം തുടരുന്നു. പുതുപ്പള്ളി ആകെ നിറഞ്ഞ് ചാണ്ടിയുമ്മൻ. അയർക്കുന്നത്ത് വൻ വരവേൽപ്പ്. ജനനായകനെ കാത്ത് ജനം. മലങ്കര സഭ ആസ്ഥാനത്ത് ചരിത്ര മുഹൂർത്തം. അതിവിശുദ്ധ മൂറോൻ കൂദാശ നടന്നു. പവിത്ര തൈലത്തിന്റെ ശുദ്ധീകരണം നടക്കുന്നത് ആദ്യ മൂറോൻ കൂദാശയുടെ 150ാം വാർഷികത്തിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ മത്സര ചിത്രം വ്യക്തം. 9 നിയമസഭാ മണ്ഡലങ്ങളിലായി 60 പേർ മത്സരരംഗത്തുണ്ട്. ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പേർ ജനവിധി തേടുന്നത് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ്. 10 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഏറ്റവും കുറവ് പേർ കാഞ്ഞിരപ്പള്ളിയിൽ, 4 പേർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ചിത്രം വ്യക്തമായി. 9 നിയോജക മണ്ഡലങ്ങളിലായി 60 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസമായിരുന്ന ഇന്നലെ ഏറ്റുമാനൂർ, പാലാ മണ്ഡലങ്ങളിലെ ഡെമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. കോട്ടയം മണ്ഡലത്തിൽ UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, LDFന്റെ K അനിൽകുമാർ, NDAയുടെ P അനിൽകുമാർ, ആം ആദ്മിയുടെ ഡോക്ടർ സെലിൻ ഫിലിപ്പ്, റലേഷ് ചന്ദ്രൻ, സ്വതന്ത്രൻ ഷൈജു കുര്യൻ എന്നിവരാണ് മത്സരിക്കുന്നത്. പുതുപ്പള്ളിയിൽ UDFിലെ ചാണ്ടിയുമ്മൻ, LDFിലെ KM രാധാകൃഷ്ണൻ, BJPയുടെ രവീന്ദ്രനാഥ് വാകത്താനം, DSPയുടെ പോൾ P ചാക്കോ, ജനം രാഷ്ട്രീയ പാർട്ടിയുടെ സാബു മൈലക്കാട്ട്, സ്വതന്ത്രൻ റിജോമോൻ മാത്യു എന്നിവരാണ് മത്സരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിലെ ഡോക്ടർ N ജയരാജ്, കോൺഗ്രസിലെ റോണി K ബേബി, BJPയുടെ ജോർജ് കുര്യൻ, BSPയുടെ തമ്പി കാവുംപാടം എന്നിവർ മത്സരിക്കുന്നു. പാലായിൽ UDF സ്വതന്ത്രൻ മാണി C കാപ്പൻ, കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് K മാണി, BJPയുടെ ഷോൺ ജോർജ്, BSPയുടെ സന്തോഷ് നടുപ്പറമ്പിൽ, ആം ആദ്മി പാർട്ടിയുടെ റോണി നെടുമ്പള്ളി, സ്വതന്ത്രന്മാരായ സിജി ബാബു, സന്തോഷ് പുളിക്കൽ എന്നിവർ മത്സര രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരം NDAയും LDFും തമ്മിലെന്ന് NDA നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. NDAയ്ക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ പലതാണെന്നും NDAയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നവർ കരുതുന്നു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇക്കുറി മത്സരം LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ N ജയരാജും NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യനും തമ്മിലാണെന്ന് NDA നേതൃത്വം വിലയിരുത്തുന്നു. കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാവുമായ ജോർജ് കുര്യന്റെ രംഗപ്രവേശത്തോടെ തന്നെ മത്സരം NDAയുടെ നിയന്ത്രണത്തിലായി. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ രാഷ്ട്രീയ ഘടകങ്ങൾക്കൊപ്പം സാമുദായിക ഘടകങ്ങൾ കൂടി NDAയ്ക്ക് ഇതോടെ അനുകൂലമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെ തോൽവി സമ്മതിച്ചു എന്ന വിമർശനം നേരിടുന്ന UDF മേൽക്കൈ നേടാനും പോരാട്ടം LDFും NDAയും തമ്മിലാകാനും ഇത് സാഹചര്യമൊരുക്കി. സംസ്ഥാനത്താകെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം കാഞ്ഞിരപ്പള്ളിയിൽ തുണയ്ക്കുക NDA ആയിരിക്കുമെന്നും അതിനാൽ തന്നെ നേതൃത്വം കരുതുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല യുവതീ പ്രവേശനത്തിലെ LDF സർക്കാരിന്റെ ഇരട്ടത്താപ്പും NDAയ്ക്ക് വോട്ട് നേടിക്കൊടുക്കും. നാണ്യവിളകളുടെ കലവറയായ കാഞ്ഞിരപ്പള്ളിയും വൻ വികസന സാധ്യത മുതലാക്കാൻ 3 വട്ടമായി 1.5 പതിറ്റാണ്ട് MLA ആയ N ജയരാജിന് കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത ജനങ്ങളുടെ വികാരമായിട്ടുണ്ട്. ഭാവനാപൂർണമായ പദ്ധതികളിലൂടെ കാഞ്ഞിരപ്പള്ളിയുടെ സാധ്യതകൾ സാക്ഷാത്കരിക്കാനുള്ള ശേഷിയുള്ള NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന് അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയും ഉറപ്പാക്കാൻ കഴിയും. ജൽജീവൻ പദ്ധതിക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ആ ജലസ്രോതസ്, കുളം അല്ലെങ്കിൽ കിണർ നിർമ്മിക്കുകയും ടാങ്കുകൾ നിർമ്മിക്കുകയും പ്രത്യേകമായിട്ടുള്ള പൈപ്പുകൾ ഇടുകയും ചെയ്യണം. അങ്ങനെയാണ് ഈ ജൽജീവൻ പദ്ധതി നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ ജൽജീവൻ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ഇവിടെ NDA തിരഞ്ഞെടുക്കപ്പെടണം. നരേന്ദ്രമോദിയുടെ വികസന നയം ഇവിടെ നടപ്പിലാക്കണം. അതിനുവേണ്ടി എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മുതിർന്ന തലമുറകൾക്കൊപ്പം ജെൻസി അടക്കമുള്ള പുതുതലമുറയുടെ കൂടി പിന്തുണ ഉറപ്പാക്കും വിധമാണ് ജോർജ് കുര്യന്റെ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെയുള്ള ആധികാരിക വിജയത്തിലേക്ക് ജോർജ് കുര്യനെ നയിക്കുമെന്ന് NDAയുടെ പ്രചരണ വിഭാഗം കരുതുന്നു. Thank you.
ന്യൂസ് ഡെസ്ക് പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യന്റെ പ്രചരണം കൊഴുത്തു. ഇരുമുന്നണികൾക്കും ശക്തമായ മുന്നറിയിപ്പാണ് ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പ്രചരണം ഊർജിതമായി. ഭവന സന്ദർശനങ്ങൾക്കൊപ്പം വ്യവസായ സ്ഥാപനങ്ങളിലെത്തി വോട്ടുറപ്പിച്ചും പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇന്ന് രാവിലെ വിഴിക്കത്തോടിന്റെ വിവിധ മേഖലകളിലാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വോട്ട് തേടിയത്. ജോർജ് കുര്യൻ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് പ്രവർത്തക സിന്ധു സോമൻ പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നമ്മുടെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെത്തുകയും നിയോജകമണ്ഡലത്തിലുള്ള ആളുകളെ കാണുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷവതികളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള ആളുകൾ. എല്ലാ കമ്മിറ്റി അംഗങ്ങളായാലും ബൂത്ത് കമ്മിറ്റി കൺവെൻഷനുകളായാലും എല്ലാം നല്ല രീതിയിൽ നടത്തുകയും ആളുകൾക്കെല്ലാം നല്ല ഉത്തേജനം നൽകുകയും നല്ല രീതിയിൽ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ജോർജ് കുര്യൻ സാറ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് നല്ല രീതിയിൽ ജയിച്ച് നല്ല വിജയ ശതമാനം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുണ്ട്. എന്തായാലും ജയിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. BJP ജില്ലാ സെക്രട്ടറി TB ബിനുവും കേന്ദ്രമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കറുകച്ചാലിൽ നടന്നു. ആയിരങ്ങൾ പങ്കെടുത്ത റാലി കറുകച്ചാലിനെ ഇളക്കിമറിച്ചു. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കറുകച്ചാലിൽ നടന്നു. കൺവെൻഷന് മുന്നോടിയായി ആയിരങ്ങൾ പങ്കെടുത്ത റാലി കറുകച്ചാലിന് വേറിട്ട അനുഭവമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ സ്ഥാനാർത്ഥിയും BJPയുടെ മുതിർന്ന നേതാക്കളും റാലിയുടെ മുൻനിരയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന കൺവെൻഷൻ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. NDAയുടെ മുന്നേറ്റത്തിൽ വിറളി പൂണ്ടവരാണ് CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായിരുന്ന പിണറായി വിജയന് വേണ്ടി അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് RSകാരാണെന്നും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു മുന്നണി അതൊക്കെ പറയാൻ ഞാൻ സമയം പോകുന്നു. 77 തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്ന അവസരത്തിൽ ജയിലിലാണ്. RSകാർ വോട്ട് ചോദിച്ചല്ലേ, RSകാർ വോട്ട് ചെയ്തല്ലേ പിണറായി വിജയൻ 77 തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് എത്തിയെന്നത് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല. BJP മുൻ ഉപാധ്യക്ഷ ഡോക്ടർ J പ്രമീള ദേവി, BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ, VN മനോജ്, PD രവീന്ദ്രൻ, TB ബിനു, G ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മണിമല. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. വ്യാഴാഴ്ച അയർക്കുന്നം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിക്കാരുടെ കണ്ണിലുണ്ണിയുമായ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ വിനയം കൊണ്ടും ലാളിത്യം കൊണ്ടും മണ്ഡലത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഇപ്പോഴേ ഉറപ്പാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് അയർക്കുന്നം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രചരണത്തിനെത്തിയ ചാണ്ടി ഉമ്മനെ പ്രവർത്തകരും ജനങ്ങളും വളരെ ആവേശത്തോടെയാണ് വരവേറ്റത്. ഒറവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പര്യടനം രാത്രി 9 മണിയോടെ ഇളപ്പാനി താളിക്കലിൽ അവസാനിക്കുമ്പോൾ പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർന്നിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പ്രവർത്തകരാണ് ചാണ്ടി ഉമ്മനെ കാണാൻ എത്തിയിരുന്നത്. ഹസ്തദാനം ചെയ്തും ഷാൾ അണിയിച്ചും തങ്ങളുടെ നേതാവിനെ അവർ വരവേറ്റു. ഒറവയ്ക്കൽ ജംഗ്ഷൻ, പൂത്തിരി, തൈക്കൂട്ടം, അയർക്കുന്നം, അമേനൂർ കവല, നീറിക്കാട് SNDP, തിരുവഞ്ചൂർ കവല, പാറേക്കാട്, പുളിഞ്ചുവട്, കരിനാട്ട് കവല, പാറേവളവ്, ഇളപ്പാനി, താളിക്കല്ല് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന സ്വീകരണം ഒരുക്കിയിരുന്നത്. തന്നെ കാണാനെത്തിയവരോട് നേരിട്ട് സംസാരിക്കാനും വോട്ട് അഭ്യർത്ഥിക്കാനും ചാണ്ടിയുമ്മൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്നത് പലയിടത്തും ആവേശം ഇരട്ടിയാക്കി. എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി പുതുപ്പള്ളിയുടെ ജനനായകനാകാൻ ചാണ്ടിയുമ്മനും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കൈവശം 84 രൂപ, സ്വന്തമായി ഭൂമിയില്ല, തൊഴിലില്ല. ആഷ്ന തമ്പി സംസ്ഥാനത്തെ ഏറ്റവും ആസ്തി കുറഞ്ഞ സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിലെ SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ആഷ്ന തമ്പി സംസ്ഥാനത്ത് മത്സരിക്കുന്നവരിൽ ഏറ്റവും ആസ്തി കുറഞ്ഞയാൾ. വെറും 40 രൂപയാണ് പത്രിക സമർപ്പിച്ച ദിവസം ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്. അക്കൗണ്ടിലുള്ളത് 44 രൂപയും.
ഇതാണ് പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച ആസ്തി വിവരം. കോട്ടയം പ്രസ് ക്ലബിൽ നിന്നും ജേർണലിസം PG ഡിപ്ലോമ നേടിയിട്ടുണ്ട്. പാർട്ടിയുടെ മീഡിയ കോർഡിനേറ്റർ, ജില്ലാ കമ്മിറ്റി അംഗം, തിരുവാർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം, AIDSO സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട്. എറണാകുളം അരയൻകാവ് സ്വദേശിനിയാണ് ആഷ്ന. പണമല്ല, മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സാണ് ഒരു പൊതുപ്രവർത്തകൻ വേണ്ടതെന്ന് ആഷ്ന പറയുന്നു. ഇവിടെ പണമല്ല എൻ്റെ ആത്മവിശ്വാസം. ഇവിടെ എൻ്റെ ആത്മവിശ്വാസം ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. ജനകീയ സമര രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ മത്സരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ളൊരു സമരത്തിലാണ്, പ്രവർത്തനത്തിലാണ് ഞാൻ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ എനിക്ക് ഉറപ്പായിട്ടും ഇവിടെ മത്സരിക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി ആഷ്ന മുടിമുറിച്ച് പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. മികച്ച മുന്നൊരുക്കങ്ങൾ അണികളുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടെന്ന് നാട്ടകം സുരേഷ് പറയുന്നു. ഊതിപ്പെരുപ്പിച്ച വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റുമാനൂരിൽ നടന്നതെന്ന് പാർട്ടി വിലയിരുത്തുന്നു. സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് ഊതിപ്പെരുപ്പിച്ച ഏതാനും വികസനങ്ങൾ മാത്രമാണ് ഏറ്റുമാനൂരിൽ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഓടിപ്പിടിച്ച് നടത്തിയ ഉദ്ഘാടനങ്ങളും മറ്റും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മഴക്കാലത്ത് പ്രളയഭീഷണി നേരിടുന്ന ഏറ്റുമാനൂർ മണ്ഡല നിവാസികളെ അതിൽ നിന്നും കരകയറ്റാൻ ഏറെ മാർഗങ്ങളുണ്ടായിട്ടും ആവശ്യമായ ശാസ്ത്രീയ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാലയളവിൽ നെൽ കർഷകർ അനുഭവിച്ച ദുരിതവും ചെറുതല്ല. കിഴിവിന്റെ പേരിൽ മന്തയുണ്ടാക്കിയ ഒത്തുതീർപ്പ് അക്ഷരാർത്ഥത്തിൽ കർഷകരെ ദുരിതത്തിലാഴ്ത്തിയെന്ന് UDF പറയുന്നു. മണ്ഡലത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. ഇവിടെ നടപ്പാക്കുമെന്ന് LDF പ്രഖ്യാപിച്ചിരുന്ന വികസനങ്ങളെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. തിരുവാർപ്പ് മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാനും സാധിച്ചിട്ടില്ല. കുമരകത്ത് ഫയർ സ്റ്റേഷൻ കൊണ്ടുവരുന്ന കാര്യവും സർക്കാർ മറന്ന മട്ടാണെന്ന് UDF ആരോപിച്ചു. ഏറ്റുമാനൂർ നഗരത്തിന്റെ വികസനം വഴിമുട്ടിച്ചെന്ന് മാത്രമല്ല, ഇവിടെ ഗതാഗത കുരുക്കും അനുദിനം വർദ്ധിക്കുകയാണ്. റിംഗ് റോഡ് പദ്ധതി പ്രഖ്യാപനം നടന്നെങ്കിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും നടത്താൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ബൈപ്പാസ് അല്ലാതെ ഒന്നും ഏറ്റുമാനൂരിൽ ഇല്ല. ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള ഒരു പട്ടണമായി ഏറ്റുമാനൂർ മാറിക്കഴിഞ്ഞിരിക്കുക. അപ്പം നമ്മളാണെങ്കിലും ഏറ്റുമാനൂരൊക്കെ പോകാൻ ടൗണിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വരുന്നില്ല, അവിടെ ഭയങ്കര ബ്ലോക്കാണ് എന്നും പറഞ്ഞാൽ നമ്മൾ മറ്റു വഴികളിൽ കൂടിയൊക്കെ കയറി പോകുന്നത്. ഏറ്റുമാനൂർ വഴി പോകുന്നില്ല, നമ്മൾ മറ്റു വഴികളിൽ കൂടെ പോകുന്നത്. ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ആദ്യത്തെ പ്രഖ്യാപനം എന്നായിരുന്നു? ഫ്ലൈ ഓവർ കൊണ്ടുവരും. എന്നാ വലിയ പ്രസ്താവനയും പ്രഖ്യാപനങ്ങളുമാണ്. ഫ്ലൈ ഓവർ കൊണ്ടുവരും. ഫ്ലൈ ഓവർ ഇല്ല. അത് കഴിഞ്ഞ് പറഞ്ഞു റിംഗ് റോഡ്, അതിരമ്പുഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റിംഗ് റോഡ് ഉണ്ടാകും. 1 രൂപ എങ്കിലും റിംഗ് റോഡിന് വേണ്ടി അനുവദിക്കുകയോ അല്ലെങ്കിൽ റിംഗ് റോഡ് ബഡ്ജറ്റിൽ കൊണ്ടുവരികയോ അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? ഒരു കാര്യവും ചെയ്തില്ല. 4800 കോടിയുടെ വികസനം മണ്ഡലത്തിന്റെ ഏതു ഭാഗത്താണ് നടന്നതെന്ന് LDF ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കണമെന്നും UDF നേതൃത്വം പറയുന്നു. LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഏറ്റുമാനൂരിൽ UDF നേതൃത്വം. ഏറ്റുമാനൂരിനെ വികസന മുരടിപ്പിൽ നിന്നും കരകയറ്റുക എന്നതാണ് UDF സ്ഥാനാർത്ഥിയായ നാട്ടകം സുരേഷിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലങ്കര സഭ ആസ്ഥാനത്ത് ചരിത്ര മുഹൂർത്തം. മലങ്കര സഭയിൽ ആദ്യ മൂറോൻ കൂദാശ നടന്നതിന്റെ 150ാം വാർഷികത്തിലാണ് കോട്ടയം ദേവലോകത്ത് മൂറോൻ കൂദാശ നടന്നത്. ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലിത്തമാർക്കൊപ്പം ഓറിയന്റൽ റഷ്യൻ ഓർത്തഡോക്സ് സഭകളുടെ പ്രതിനിധികളും കൂദാശയിൽ പങ്കെടുത്തു. വിശുദ്ധ നിമിഷത്തിന്റെ ധന്യതയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ മലങ്കര സഭയിൽ ആദ്യ മൂറോൻ കൂദാശ നടന്നതിന്റെ 150ാം വാർഷികത്തിൽ ദേവലോകം അരമനയിൽ മൂറോൻ കൂദാശ നടന്നു. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേവലോകം അരമനയിൽ മൂറോൻ കൂദാശ നടന്നത്. നോമ്പിലെ 40ാം വെള്ളിയിലാണ് കൂദാശ നടന്നത്. ദേവലോകം കാത്തലിക്കറ്റ് അരമനയിൽ നടന്ന മൂറോൻ കൂദാശ ചടങ്ങിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. താവേ സംരക്ഷകനെ നിന്നിടവകയെ കാക്കണമേ. പരിപാവനവും ദിവ്യവുമാ മൂറോനിൽ നൽവരവായ്പാൽ ക്രിസ്തീയ സമൂഹത്തിന്റെ മൗലികയേറ്റമുയർത്തണമേ.
ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലീത്തമാർക്കൊപ്പം ഓറിയന്റൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളും കൂദാശയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ ജനവിധി തേടാൻ 60 പേർ. ഏറ്റവും അധികം പേർ മത്സരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ. കാഞ്ഞിരപ്പള്ളിയിൽ 4 പേർ മാത്രം. പ്രചരണ രംഗം സജീവമായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരം NDAയും LDFും തമ്മിലെന്ന് NDAയുടെ വിലയിരുത്തൽ. അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ ഭവന സന്ദർശനം തുടരുന്നു. പുതുപ്പള്ളി ആകെ നിറഞ്ഞ് ചാണ്ടിയുമ്മൻ. അയർക്കുന്നത്ത് വൻ വരവേൽപ്പ്. ജനനായകനെ കാത്ത് ജനം. മലങ്കര സഭ ആസ്ഥാനത്ത് ചരിത്ര മുഹൂർത്തം. അതിവിശുദ്ധ മൂറോൻ കൂദാശ നടന്നു. പവിത്ര തൈലത്തിന്റെ ശുദ്ധീകരണം നടക്കുന്നത് ആദ്യ മൂറോൻ കൂദാശയുടെ 150-ാം വാർഷികത്തിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.